തിരുവല്ലയിൽ നിന്നൊരു വാർത്തയാണ് അല്പസമയം മുൻപ് വന്നത്. വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്ത. ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ മാസം 1-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. കാപ്പ കേസ് പ്രതി സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടെ 3 പേർ പിടിയിലായിട്ടുണ്ട്. 3 പേർ ഒളിവിലാണ്. ഷിജോ കുര്യനാണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിക്കുമ്പോൾ രാജു എബ്രഹാം, CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ് സംഭവിച്ചതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഒരു കാപ്പ കേസ് പ്രതി ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നതിലൊക്കെ ഉൾപ്പെടെ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിലൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്നൊക്കെ പറയുമ്പോൾ പോലും എന്താണ് സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷിതത്വം എന്നുള്ളതിൽ കൂടി വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് എന്നതിൽ സംശയമില്ല. ഗുണ്ടാപ്പിരിവ് നൽകിയില്ല എന്ന അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. 6 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നതാണ്. പിന്നീട് മറ്റ് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അത് മൊബൈലിൽ ചിത്രീകരിച്ച് അത് കാണിച്ച് എന്നൊക്കെയുള്ള അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, ഇത് ഇപ്പോൾ എങ്ങനെയാണ് പോലീസ് ഇതിന്റെ തുടരന്വേഷണത്തെക്കുറിച്ച് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്? നേരത്തെ ഷിജോ തന്നെ പറഞ്ഞു, തിരുവല്ല SHOയെ പലതവണ വിളിച്ചു, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്നില്ല. പത്തനംതിട്ട SP ഇതിൽ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് 3 പ്രതികൾക്കായുള്ള അന്വേഷണം എങ്ങനെയാണ് എന്നതാണ്. ഇപ്പോൾ ഈ സ്ത്രീയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, നമുക്കതറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലും അന്വേഷണവും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പത്തനംതിട്ട SP R ആനന്ദ് നമ്മോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും ഈ പ്രതിയെ അല്ലെങ്കിൽ ഈ കൂട്ടാളികളെ സംരക്ഷിക്കുന്ന ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല. വളരെ വേഗം തന്നെ ഒളിവിൽ പോയ മറ്റ് 3 പ്രതികളെയും പിടികൂടും എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന സ്പായിലെ ജീവനക്കാരിയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവരെ ഒരു കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വന്ന മറ്റൊരു കസ്റ്റമർ, അതായത് അവിടേക്ക് വന്ന മറ്റൊരു കസ്റ്റമറെ ഈ പറയുന്ന ഒരു യുവതിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവിടേക്ക് കയറി വരുന്നുണ്ട്. അവരെ ഈ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ കാണിക്കുകയാണ്. അവരെ അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് കൂടി 2500 രൂപ ഈ പ്രതികൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി പോലീസിന്റെ FIRൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, 1-ാം പ്രതി ഉപദ്രവിച്ചും 2 മുതൽ 6 വരെ പ്രതികൾ സ്പായിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി 2500 രൂപ കൈക്കലാക്കുകയും ഈ കൃത്യത്തിൽ 1-ാം പ്രതി പിന്തിരിപ്പിക്കാതെ അങ്ങനെ ആ രീതിയിൽ, അതായത് ആ സ്പായിലെ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി 2500 രൂപ വാങ്ങി എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി പോലീസിന്റെ FIRൽ പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഈ പറയുന്ന സ്പായിലെ ജീവനക്കാരുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്തു പോകാൻ പാടില്ല. ഇത് സ്പായ ആണെന്നുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികളിൽ 3 പേരെ, സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന പ്രതിനെയും ഈ സുബിന്റെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് 2 പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒളിവിൽ പോയ 3 പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വളരെ വേഗം തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ കൂടി പത്തനംതിട്ട SP പറയുന്നുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പോൾ ബന്ധപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇത്തരത്തിൽ കാപ്പ കേസ് പ്രതി നാട്ടിലൂടെ സ്വൈര്യവിഹാരം നടത്താനിടയായ സാഹചര്യം എങ്ങനെയാണ് പുറത്തിറങ്ങിയത്, അത് സ്വാഭാവിക ജാമ്യമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഈ പ്രതിക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇതിന്റെ ഭാഗമായി ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇനിയിപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. അത്തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുജ, ഇത് 1-ാം തീയതി നടക്കുന്ന സംഭവമാണ്. ഇന്നിപ്പോൾ 6-ാം തീയതി ആയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരം ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. ഇങ്ങനൊരു സംഭവമുണ്ടോ, പ്രതിയെ പിടികൂടിയിരുന്നോ, കേസ് എടുത്തിട്ടുണ്ടോ എന്നാൽ സാധാരണ നിലയിൽ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ, അതായത് ഓരോ പോലീസ് സ്റ്റേഷനിലും ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിയെ പിടികൂടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായാൽ പോലീസിന്റെ PRO തന്നെ അത് വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു റിലീസായിട്ട് നൽകുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുമുള്ള ഒരു അറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു കഞ്ചാവ് കേസിൽ ഒരു പ്രതിയെ പിടികൂടുന്നു, അതല്ല എങ്കിൽ ഒരു പിടിച്ചുപറി കേസിൽ ആരെങ്കിലും പിടിച്ചുപറി കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടുന്നു, അത്
ഏതൊക്കെ വൈകിട്ട് 6 മണിക്ക് മുന്നോടിയായിട്ട് പത്തനംതിട്ട പോലീസിന്റെ PRO വാർത്താ മാധ്യമങ്ങൾക്ക് പ്രതിയുടെ ഫോട്ടോയും ഒരു റിലീസുമായിട്ട് വാർത്ത നൽകുന്നതാണ് ഒരു പതിവ്. എന്നാൽ ഈ കേസിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസിൽ അന്വേഷിക്കുമ്പോൾ അവർ ഇതിനോട് പ്രതികരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട SP ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ഫോണിലൂടെ തന്നെ സംസാരിച്ചത്. ഇനി ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആരാണ് നടത്തിയത് എന്നുള്ളത് കൂടി അറിയണം. ഒരു കൂട്ടബലാത്സംഗത്തിനിപ്പുറം, ഒരു ഗുണ്ടാ പിരിവിനപ്പുറം ഈ കേസ് ഒതുക്കി തീർക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ്. അതാണ് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സംഭവം കൂടിയാണ്. കാപ്പ കേസ് പ്രതിയാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഷിജോ കുര്യനാണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. ഈ മാസം 1-ാം തീയതി നടന്ന സംഭവമാണ്. പക്ഷേ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരറിയിപ്പും നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ചെറിയ കുറ്റകൃത്യം നടന്നാൽ പോലും അങ്ങനെ അറിയിപ്പുകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെ പക്ഷേ അത് ഉണ്ടായിട്ടില്ല. പിന്നീട് പോലീസിനെ അങ്ങോട്ടേക്ക് വിളിച്ച് SHOയെ അങ്ങോട്ടേക്ക് വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. എന്നാൽ അതിലും പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ SP ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നും പ്രതികൾ പിടിയിലായി, മറ്റു പ്രതികൾക്കായി 3 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പത്തനംതിട്ട SP ആണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങേയറ്റം കൊടും ക്രൂരതയാണ് ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായത്. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, ഇതിൽ ഈ പിരിവ് പിന്നീട് അവർ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാണോ നമ്മൾ അറിഞ്ഞത്? മറ്റൊന്ന്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഒരു സ്ത്രീ മാത്രമാണോ അവിടെ മറ്റ് ജീവനക്കാരുണ്ടായിരുന്നില്ലേ? എന്താണ് അതിലെ വിവരങ്ങൾ? നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് 2 സ്ത്രീകൾ, അതായത് ഈ സ്പായിൽ 2 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ ഒരു സ്ത്രീയെയാണ് ആ അകത്തെ മുറിയിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റൊരു ജീവനക്കാരി അവിടേക്ക് കയറി വരികയാണ് ചെയ്തത്. ഇവരല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു കസ്റ്റമർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ പോലീസിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റൊരു ജീവനക്കാരി പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ അവരെയും അസഭ്യം പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അകത്ത് നടന്ന ഈ കുറ്റകൃത്യം, ഈ കൂട്ടബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ഒരാൾ ചിത്രീകരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി മറ്റൊരു ജീവനക്കാരിയെ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി. അതായത് അകത്ത് ഈ സ്പൈലേജ് ഒരു ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി പുറത്തേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ജീവനക്കാരിയെ കാണുന്നു. അവരെ ഈ പറയുന്ന മൊബൈലിലെ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി നിന്നെയും ഞങ്ങൾ ബലാത്സംഗം ചെയ്യും, അല്ലെങ്കിൽ നിന്നെയും ഇതേ രീതിയിൽ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതിയിൽ നിന്ന് കൂടി 2500 രൂപ വാങ്ങിയാണ് ഈ പ്രതികൾ അവിടുന്ന് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങേയറ്റം വൈകൃതമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ ഈ പറയുന്ന ക്രൂര അധമന്മാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ടും മനസ്സിലാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ CCTV ദൃശ്യമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാചകത്തിന്റെ അത് സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അകത്ത് ആ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വരുന്നതിന് പിന്നാലെ മറ്റൊരു ജീവനക്കാരി അകത്തേക്ക് കയറി പോകുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി 2500 വാങ്ങിക്കൊണ്ട് പോകുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും ഒക്കെ CCTV ദൃശ്യങ്ങളാണ് പുറത്ത് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ പ്രതിയുടെ 2 ചിത്രങ്ങൾ കൂടി നമ്മൾ നൽകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതി നിൽക്കുന്ന ഒരു 2 ചിത്രങ്ങൾ കൂടി നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇത് ഉത്തരേന്ത്യയിലെ UPയിലോ ബീഹാറിലോ ഒന്നുമല്ല, അതെ, തിരുവല്ലയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.